ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രചാരണം നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഹരിയാനയിലും AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഝാർഖണ്ഡിലും പ്രചാരണത്തിൽ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. 1ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം അവസാനവട്ട തന്ത്രങ്ങളുമായി രംഗത്ത് സജീവമാണ്. ഈ മാസം 25-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ ഉൾപ്പെടെ മറ്റന്നാൾ പരസ്യപ്രചാരണം അവസാനിക്കും. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. രാജ്യത്തുടനീളം ജൂൺ 4-നാണ് 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ. മഹാത്മാഗാന്ധിയുടെ ഉപദേശങ്ങൾ തന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. ബീഹാറിൽ ഗാന്ധി മൈതാനത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യവിരുദ്ധതയും അഴിമതിയും കാട്ടുന്നവർക്ക് ജനം തിരിച്ചടി നൽകും. മഹാരാജ്ഗഞ്ച് പാർലമെന്റ് മണ്ഡലത്തിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. പ്രയാഗ്രാജിലെ റാലിയിൽ പങ്കെടുത്ത ശ്രീ മോദി വാരാണസിയിൽ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അഴിമതി നടത്തുന്നവർക്ക് BJPയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ്. ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും പേരെടുത്ത് പറയാതെ അദ്ദേഹം വിമർശിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായ യോഗി ആദിത്യനാഥ് സംസ്ഥാനത്തെ ബൽറാംപൂർ, സിദ്ധാർത്ഥ് നഗർ, കബീർ നഗർ, ബസ്തി, അസംഗഡ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. BJP സർക്കാർ വികസനത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംബന്ധിച്ചു. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജയിലിലടച്ചതിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ ഗോത്ര സമൂഹത്തിലെ ഏറ്റവും വലിയ നേതാവാണ് ഹേമന്ത് സോറനെന്നും ശ്രീ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവ് ഷിബു സോറൻ ഝാർഖണ്ഡ് പ്രത്യേക സംസ്ഥാനമാക്കാൻ പ്രയത്നിച്ച കാര്യവും ശ്രീ കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ ബദോഹിയിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലളിതേഷ് ത്രിപാഠിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംബന്ധിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ്. പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലും രാഹുൽ ഗാന്ധി ഝാർഖണ്ഡിലും പ്രചാരണം നടത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താതിരുന്ന ജയന്ത് സിൻഹ MPക്ക് BJP ഝാർഖണ്ഡ് ഘടകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഹസാരിബാഗിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ശ്രീ ജയന്ത് സിൻഹ. നോട്ടീസിന് 2 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. അതേസമയം ജയന്ത് സിൻഹയുടെ പിതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ യശ്വന്ത് സിൻഹ ഭാര്യയ്ക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തി. ബീഹാറിൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിന് പിന്നാലെ BJP RJD പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സരൺ ലോക്സഭാ മണ്ഡലത്തിലെ ചപ്രയിലാണ് സംഭവം. 2 പേർക്ക് പരിക്കേറ്റു. വോട്ടെടുപ്പിൽ കൃത്രിമം നടന്നെന്നാരോപിച്ച് RJD BJP പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരാൾ മരിച്ചത്. സംഘർഷത്തിന് പിന്നാലെ 2 പേരെ അറസ്റ്റ് ചെയ്തു. പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി മുൻ നേതാവ് ജഗ്ബീർ സിംഗ് ബ്രാർ BJPയിൽ ചേർന്നു. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ഡൽഹി റോസ് അവന്യൂ കോടതി മെയ് 31 വരെയാണ് കസ്റ്റഡി നീട്ടിയത്. അന്നേ ദിവസം കേസ് വീണ്ടും പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ മനീഷ് സിസോദിയ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. നേരത്തെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 2 വരെ ജാമ്യം ലഭിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക സാംസ്കാരിക വൈവിധ്യ ദിനം. മെച്ചപ്പെട്ട സഹവാസം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചാണ് എല്ലാ വർഷവും മെയ് 21 ലോക സാംസ്കാരിക വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2002 മെയ് 21 സംഭാഷണത്തിനും വികസനത്തിനുമുള്ള സാംസ്കാരിക വൈവിധ്യത്തിനായുള്ള ലോകദിനമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമാധാനവും സുസ്ഥിര വികസനവും കൈവരിക്കുന്നതിനും ഈ ദിനം ലക്ഷ്യമിടുന്നു. സമൂഹത്തിൽ ഫലപ്രദമായ സഹകരണം രൂപപ്പെടുത്തുന്നതിന് സാംസ്കാരിക സംഭാഷണം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. വിവിധ സാംസ്കാരിക തനിമകളുള്ള ജനങ്ങൾക്ക് ഒന്നിച്ചു വളരാനും അവരുടെ ഭാവനയും അഭിലാഷവും പങ്കുവയ്ക്കാനുമുള്ള പ്രോത്സാഹനം നൽകുക എന്നൊരുദ്ദേശം കൂടി ഈ ദിനത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 വിഭാഗങ്ങളിലേക്കുള്ള അംഗങ്ങളെ ചാൻസലർ കൂടിയായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സർവകലാശാല സമർപ്പിച്ച പട്ടികയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഹർജിക്കാരുടെ ഭാഗം കൂടി പരിഗണിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ സെനറ്റിലേക്ക് പുതിയ നാമനിർദ്ദേശം നടത്താനും കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നിർദ്ദേശിച്ച 2 പേരുടെ നിയമനം കോടതി ശരിവച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മറ്റന്നാളും ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL ക്രിക്കറ്റിലെ ഫൈനൽ യോഗ്യതാ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായാണ് ഏറ്റുമുട്ടുന്നത്. ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് താരങ്ങളായ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞയാഴ്ച ബാങ്കോക്കിൽ നടന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റണിലെ മികച്ച വിജയമാണ് ഇവരെ 1ാം സ്ഥാനത്തിന് അർഹമാക്കിയത്. കഴിഞ്ഞ വർഷം ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടമാണ് ഇന്ത്യൻ ജോഡിയെ ആദ്യമായി ലോക റാങ്കിങ്ങിൽ എത്തിച്ചത്. ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 28-ന് നടക്കും. ഇടക്കാല പ്രസിഡന്റായി നിയമിതനായ മുഹമ്മദ് മൊഗ്ബറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊഗ്ബറിനെ ഇടക്കാല പ്രസിഡന്റായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി നിയമിക്കുകയായിരുന്നു. അതേസമയം പ്രസിഡന്റിന്റെ മരണത്തിനിടയാക്കിയ കോപ്റ്റർ അപകടത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഇബ്രാഹിം റെയ്സിയുടെ സംസ്കാര ചടങ്ങുകൾ ഖൊറേസൻ പ്രവിശ്യയിലെ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹാദിൽ മറ്റന്നാൾ നടക്കും. ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഔദ്യോഗിക പരിപാടികളും മാറ്റിവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ന്യൂഡൽഹിയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയം സന്ദർശിച്ചു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ എന്നിവരുടെ മരണത്തിൽ അദ്ദേഹം അനുശോചനം അറിയിച്ചു. മരണമടഞ്ഞ 2 പേരും ഇന്ത്യയുടെ സുഹൃത്തുക്കളായി എക്കാലവും അറിയപ്പെടുമെന്നും ദുഃഖത്തിൽ ഇന്ത്യൻ സർക്കാർ ഇറാനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ജപ്പാനിലെ കൊബെയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ F51 ക്ലബ് ത്രോ മത്സരത്തിൽ ഇന്ത്യയുടെ ഏകതാ ഭയാൻ സ്വർണം നേടി. അതേ ഇനത്തിൽ ഇന്ത്യയുടെ കാശിഷ് ലക്ര വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഇന്നലെ വനിതകളുടെ T20 വിഭാഗം 400 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ദീപ്തി ജീവൻജി ലോക റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു. ഈ മാസം 25-ന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. ലൈംഗിക ആരോപണം നേരിടുന്ന ജനതാദൾ MP പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാന ആഭ്യന്തരമന്ത്രി G. പരമേശ്വറാണ് ഇക്കാര്യം അറിയിച്ചത്. കത്തിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദുബായിൽ നടക്കുന്ന 17ാമത് അന്താരാഷ്ട്ര വസ്ത്ര തുണിത്തരം മേളയിൽ ഇന്ത്യയിൽ നിന്ന് ഈ രംഗത്തുള്ള 35-ലേറെ കയറ്റുമതിക്കാർ പങ്കെടുക്കുന്നു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം മേഖലയിൽ നിന്നുള്ളവരാണ് പ്രധാനമായും പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രചാരണം നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഹരിയാനയിലും AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഝാർഖണ്ഡിലും പ്രചാരണത്തിൽ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്.
IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.